Hi friends, welcome to Suchi's Healthy Kitchen. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം പോസ്റ്റ് ചെയ്യണമെന്ന്. ജാക്ക് ഫ്രൂട്ട് ഉണ്ണിയപ്പം, അതായത് ചക്ക വഴറ്റിയതും കൊണ്ടും വരട്ടിയ ചക്ക ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചക്ക വരട്ടിയത്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പ്ലീസ് മറക്കാതെ ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ചക്ക വരട്ടുന്നതെന്ന് അതൊക്കെ അറിയാത്തവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ചക്കപ്പഴം കൊണ്ടും ചക്ക വരട്ടിയത് കൊണ്ടും നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മാക്സിമം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. എങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടി, കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി. ചക്കയുടെ സീസൺ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. എന്നാലും അവിടെ ഇവിടെയുമൊക്കെ ഇപ്പോഴും ചക്ക ചെറുതായിട്ടൊക്കെ ഉണ്ട്. ചക്കപ്പഴുത്തും വരിക്കച്ചക്കയും ഒക്കെ ഓൾമോസ്റ്റ് തീർന്ന ഈ സീസണിൽ ചക്ക വരട്ടി വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈസി ആയിട്ട്. പക്ഷേ ചക്ക വരട്ടിയതോ ചക്കപ്പഴമോ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, അവർക്കുണ്ടാക്കാൻ പറ്റത്തില്ല. നോർമലായിട്ടുള്ള നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഉണ്ണിയപ്പം ഞാൻ ഓൾറെഡി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയായിരുന്നു. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ അതും ചെക്ക് ചെയ്യുക. അപ്പോൾ ചക്ക വരട്ടിയതും കൊണ്ട് വളരെ ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പഴം ചേർക്കുന്നതിന് പകരം, അതായത് പാളയംകോടൻ പഴം ചേർക്കുന്നതിന് പകരം നമ്മൾ ചക്ക ചേർക്കുന്നു. ഇനി ചക്ക ചേർക്കാൻ രണ്ട് തരത്തിൽ ചേർക്കാം. ഒന്ന്, നമ്മളുടെ ചക്ക ചുള, പഴുത്ത ചക്കച്ചുള അരച്ച് ചേർത്തും ചേർക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചക്ക വരട്ടിയത് വെച്ചും നമുക്കുണ്ടാക്കാം. ഞാൻ ചക്ക വരട്ടിയത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ഒരു 1.5 മണിക്കൂർ മുന്നേ പുറത്ത് വെച്ചു. ഇതൊന്ന് തണുപ്പ് മാറിയതിന് ശേഷം വേണം ഇത് അരയ്ക്കാൻ. റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം വേണം ഇത് അരയ്ക്കാൻ. അരി കുതിർത്തി വെക്കുക. ഒരു 4 മണിക്കൂർ പച്ചരി കുതിർത്തി വെക്കുക. ഞാൻ ഇവിടെ നോർമൽ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, ഇഡ്ഡലി അരിയൊന്നുമല്ല. അപ്പോൾ ഇത് ഒരു 4-4.5 മണിക്കൂറായി ഞാൻ കുതിർത്ത് വെച്ചിട്ട് 1.5 ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് ആദ്യത്തെ സ്റ്റെപ്പ് നല്ലതുപോലെ ഒന്നങ്ങ് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് അരി അങ്ങ് ഇട്ട് കൊടുക്കാം. അരി വറുത്ത് പൊടിച്ചതോ ഒക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാവുന്നതാണ് ഈസി ആയിട്ട്. 4-5 ഏലക്ക പൊളിച്ചിടുക. ഞാൻ ആ ഉണ്ണിയപ്പം ആദ്യം ഉണ്ടാക്കിയ സമയത്തും കാണിച്ചു. നമ്മൾ ഏലക്കയുടെ കുരു മാത്രം എടുക്കുക. അപ്പോൾ ഇത് അരിയുടെ കൂടാകുമ്പോൾ നല്ലപോലെ അങ്ങ് അരഞ്ഞോളും. അതല്ല നിങ്ങളുടെ അടുത്ത് ഏലക്ക പൊടിച്ചതാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് അങ്ങ് ചേർത്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് പൊടിച്ച് വെച്ചിട്ടില്ല ഏലക്ക. ഇതാകുമ്പോൾ നമുക്ക് ഫ്രഷ് സ്മെല്ല് കിട്ടും. പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയിൽ നിന്ന് ചില സമയത്ത് നമുക്കൊരിച്ചിരി ഫ്രഷ്നെസ് കുറഞ്ഞ പോലെ, അല്ലെ സ്മെല്ല് കുറഞ്ഞ പോലെ തോന്നാറുണ്ട്. നമുക്ക് ഈ ചക്ക കൂടി ചേർത്ത് അരയ്ക്കണം. അതാദ്യം അരി ഒന്ന് അരച്ചെടുത്തിട്ട്. അപ്പോൾ ഈ ചക്ക ഞാൻ വഴട്ടി വെച്ചിരിക്കുന്നത് നല്ല ശർക്കര ചേർത്താണ് വരട്ടി വെച്ചിരിക്കുന്നത്. അപ്പം നല്ല മധുരം ഓൾറെഡി ചക്കയ്ക്കുണ്ട്. നിങ്ങളിൽ ചക്കപ്പഴമാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ, ചക്കപ്പഴമാണ് ചേർക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ശർക്കര പാനി നല്ലതുപോലെ ആഡ് ചെയ്യണം. ഒരുപാട് മധുരം കാണില്ലല്ലോ ചുളയ്ക്ക്. അപ്പം വരിക്കച്ചക്കയോ തേൻവരിക്കയോ ഒക്കെയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം കുറച്ച് ശർക്കര പാനി കൂടി ചേർത്ത് അരയ്ക്കുക. ഇതിപ്പം നല്ലതുപോലെ ശർക്കര പാനി ചേർത്ത് നെയ്യ് ചേർത്ത് വരട്ടി വെച്ചിരിക്കുന്ന ചക്കയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ശർക്കര പാനി നല്ല ഒരു തിക്ക്, അതായത് നമ്മുടെ തേനിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ശർക്കര പാനി കുറുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുവാണ്. ഈ ശർക്കര നല്ല ശർക്കരയായിരുന്നു. ഇതിൽ കല്ലും മണ്ണും ഒന്നുമില്ലായിരുന്നു. അപ്പം നമുക്കിപ്പോൾ ശർക്കര പൗഡറും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും അരിയുടെ കൂടിയിട്ട് അരയ്ക്കാം. അപ്പോൾ അത് അരിച്ചെടുക്കേണ്ടയോ ചൂടാക്കേണ്ടയോ ഒന്നും കാര്യമില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലതുപോലെ കുറുക്കി വെച്ചിരിക്കുക. ഈ ശർക്കര പാനി ചെറു ചൂടുണ്ട്. ചെറു ചൂടോടെ തന്നെ വേണം ആഡ് ചെയ്യാൻ. ഒത്തിരി അങ്ങ് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. ചെറു ചൂടോടെ ഞാൻ ഈ ശർക്കര പാനി കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് അരി അരച്ച് എടുക്കാം. ഞാൻ ഒത്തിരി ചേർക്കുന്നില്ല, കാരണം ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തു. ഇനി ഇത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരല്പം തരി ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ് അങ്ങ് പേസ്റ്റ് ആക്കരുത്. ഇതിൽ ഇതേണ്ട തരിയുണ്ട് ശകലം. നിങ്ങളുടെ അടുത്ത് അരി അരയ്ക്കാതെ അരിപ്പൊടിയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അരിപ്പൊടി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പം നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് മറക്കാതെ 2-3 ടേബിൾ സ്പൂൺ റവ ചേർക്കുക. അപ്പം റവ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ചെറിയ തരിതരിപ്പ് കിട്ടും. നല്ല പുറത്തുനിന്ന് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും ഉണ്ണിയപ്പം. അതുപോലെ തന്നെ റവ ചേർക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും നമ്മൾ ഒരു
മണിക്കൂറെങ്കിലും വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതൊന്ന് കുതിർന്ന് കയറും. ചക്ക വരട്ടിയത് ഞാൻ ഇതിലോട്ട് ചേർത്ത് അതുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചക്ക വരട്ടിയതാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു 1.5 കപ്പോളം അരിയെ അരച്ചിട്ടുള്ളൂ, ഒരുപാടില്ല. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ചക്ക വരട്ടിയത് ചേർത്ത് കൊടുത്തു. ധാരാളമാണ്, നല്ല മണവും കാണും, നല്ല ടേസ്റ്റുമായിരിക്കും. 1 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുന്നവരുമുണ്ട്. കാരണം ചക്ക വരട്ടിയത് കിട്ടാനില്ല, മണത്തിന് വേണ്ടി ചേർത്താലും മതിയല്ലോ, അത്രയും സമാധാനം ചക്ക ചേർത്തല്ലോ എന്നുള്ള. ഇത് ഞാൻ ചക്ക മിക്സ് ചെയ്ത് അരച്ചെടുത്തപ്പം നല്ലതുപോലെ അങ്ങ് കട്ടിയായി. നമുക്ക് കുറച്ചുകൂടെ ശർക്കര പാനി ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ മധുരം ചെക്ക് ചെയ്തു, ഓവറായിട്ട് മധുരമില്ല, ഇത് കുറച്ച് മധുരമേ ഉള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കി വരുമ്പം നമുക്ക് ഇതാകണമല്ലോ. അതുപോലെ തന്നെ മധുരം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്തും ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കൺസിസ്റ്റൻസി കാണിക്കാം. ദേ ഈ കൺസിസ്റ്റൻസി, അങ്ങ് ഫൈനായിട്ട് അരച്ചില്ല, നല്ലപോലെ അരഞ്ഞു, ചെറിയ ഒരു തരിയുണ്ട്. അതുപോലെ ഞാനിവിടെ ചേർത്തത് ഒരു 1/2 കപ്പിൽ ഒരല്പം കൂടെ കൂടുതൽ ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്. 1 കപ്പ് ശർക്കരപ്പാനിയുടെ ആവശ്യമില്ലായിരുന്നു, ഇത്രയും ബാക്കിയുണ്ട്. നല്ല മധുരമുണ്ട്, ഈ ഉണ്ണിയപ്പത്തിന് നല്ല മധുരമായിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസി ഫ്ലോ ചെയ്യണം. നമ്മൾ അപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ, അപ്പക്കാരയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അതായത് ദോശമാവിൻ്റെ അത്രയും ലൂസ് ആകരുത്, ഒരു ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവം. ഓക്കെ, അപ്പം ഇത് മിക്സ് ചെയ്തെടുത്തു. ഇതിൽ ഞാൻ സോഡാ പൗഡർ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഫെർമെൻ്റ് ആകാൻ വേണമെങ്കിൽ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ വെച്ചിട്ട് നമ്മൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതല്ല നിങ്ങൾ സോഡ ചേർക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ സോഡ പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരി അരയ്ക്കുന്ന സമയത്ത് ഒരു 2-3 പപ്പടം കൂടി നമ്മൾ വറക്കാനെടുക്കുന്ന പച്ചപ്പപ്പടം, ആ പപ്പടം അതിനകത്ത് അരിയിൽ പൊടിച്ച് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. അത് നമ്മൾ സോഡാക്കാരം ചേർക്കുന്നതിന് പകരമാകും. ഒരു 2-3 മണിക്കൂറോ നമുക്കിതൊന്ന് ഫെർമെൻ്റ് ആകാൻ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഒരു 2-3 മണിക്കൂർ ഇത് ഫെർമെൻ്റ് ആകാൻ വെച്ചു. ഇത് കുറച്ച് ഫെർമെൻ്റ് ആയിട്ടുണ്ട്, നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ. നമ്മളിത് ഫെർമെൻ്റ് ആകാൻ 1-2 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്നെസ് ആകും, കൂടും കേട്ടോ. ഇച്ചിരി കൂടും, ഇച്ചിരി കട്ടിയാകും മാവ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ശകലം വെള്ളം ഒന്ന് മിക്സ് ചെയ്യുമോ ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആകുമോ. ഇപ്പം നമുക്കിനിയിപ്പം അപ്പച്ചട്ടിയിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലോ ആകുന്ന രീതിയിൽ വേണം അത് ഇരിക്കാൻ. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങാക്കൊത്ത് വളരെ ചെറുതായിട്ട് അരിയണം, തേങ്ങാക്കൊത്ത് കേട്ടോ, കുഞ്ഞു പീസസ് ആയിട്ട്. ഈ തേങ്ങാക്കൊത്ത് നമുക്ക് നെയ്യിലോ വെളിച്ചെണ്ണയിലോ വറുത്തിട്ട് ഇതിൽ ചേർക്കാം. ഈ വറക്കുന്ന കൂട്ടത്തിൽ എള്ളും കൂടെ വേണേൽ വറുത്തിട്ട് ചേർക്കാം. ഞാനിപ്പം കറുത്ത എള്ള് ചേർക്കുന്നില്ല, ഉള്ളി തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്കിത് വറുത്ത് ചേർക്കാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ ഇട്ടങ്ങ് വറക്കാം. തീ കൂട്ടി വെക്കരുത്, അപ്പം തേങ്ങ കരിഞ്ഞു പോകും. നെയ്യ് ഒഴിക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ നെയ്യിൽ നമുക്ക് ഒരല്പം ജീരകമോ അല്ലെങ്കിൽ ഒരു അല്പം കറുത്ത എള്ള അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങ മാത്രമേ വറുത്ത് ചേർക്കുന്നുള്ളൂ. കറുത്ത എള്ള എൻ്റെ അടുത്ത് തിരിപ്പില്ല, എൻ്റെ അടുത്ത് തിരിക്കുന്നത് വെളുത്ത എള്ള, ഞാൻ അതുകൊണ്ട് ചേർക്കുന്നില്ല. നിങ്ങൾ കറുത്ത എള്ള 1 ടീസ്പൂൺ മറക്കാതെ ചേർത്തോളൂ, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ തേങ്ങ ഇവിടെ വഴണ്ടിട്ടുണ്ട്. നമുക്കിത് നേർന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ഇതിലോട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മിക്സിലോട്ട് ആ തേങ്ങയുടെയും നെയ്യുടെയും പണം ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ്. ഇതൊന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ. ഭയങ്കര ടേസ്റ്റാണ് ഈ തേങ്ങ നമ്മളൊന്ന് നെയ്യിൽ വറക്കാമെങ്കിൽ. വെളിച്ചെണ്ണയിൽ വേണേലും വറുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ അപ്പക്കാര വെച്ചു. ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മുടെ അപ്പക്കാര എനിക്ക് ഉണ്ണിയപ്പം പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇൻഡസ് വാലിയുടെ പുതിയ പണിയാരം ആപ്പേ പാനാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഒരു ഇച്ചിരി വലിയ ഉണ്ണിയപ്പം ആവുന്നേ ഉള്ളൂ. ഈ ഉണ്ണിയപ്പം പാൻ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. അതായത് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ട് ചൂടാണെങ്കിൽ കയറി തീയൊന്നും പിടിക്കാതിരിക്കുക. അപ്പം നല്ലതുപോലെ ചൂടായി. ഇനി ഞാൻ കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. നമുക്കൊരു
പകുതിയോളം എണ്ണ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കണം. അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട. കാരണം നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് അതൊന്നും കയറി വരുമല്ലോ. ഒരു പകുതിയോളം എണ്ണ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുവാണ്. ഈ എണ്ണ നല്ലതുപോലെ ഇപ്പം തന്നെ ചൂടാവും. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നെയ്യിലും നമ്മൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഈ എണ്ണ പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷമേ എണ്ണ ഒഴിക്കാവൂ. അല്ലെങ്കിൽ എണ്ണ ചൂടായില്ല, നമ്മൾ മാവ് കോരി ഒഴിക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പം നല്ലതുപോലെ പൊങ്ങി വരില്ല. പാൻ നല്ലതുപോലെ ചൂടായിട്ട് എണ്ണയും നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ തീയ ഫ്ലെയിം മറക്കാതെ കുറയ്ക്കുക. എന്നിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിലായിരിക്കും ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് ചൂടാണെന്നുണ്ടെങ്കിൽ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയിട്ട് അകത്ത് വേവത്തില്ല. അത് പതുക്കെ ഈ ബാറ്റർ ഓരോ സ്പൂൺ അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഫുൾ സ്പൂൺ നിറച്ചൊഴിച്ചു കൊടുക്കാം നമുക്ക്. അത് പൊങ്ങി പിന്നെ കയറട്ടെ. അത് ഏറ്റവും മുകളിൽ വരെ ഒഴിക്കരുത് കേട്ടോ. കാരണം കംപ്ലീറ്റ് മുകളിൽ വരെ ഒഴിക്കരുത് കേട്ടോ. ഒരു മുക്കാൽ ഭാഗം. അപ്പോഴിത് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അന്നേരം ഇത് ഒന്ന് പൊങ്ങി വരാനുള്ള ഒരു സ്ഥലം കിട്ടും. അല്ലെങ്കിൽ അന്ന് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാവും. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് ഇത് മൊരിയട്ടെ. ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. പെട്ടെന്ന് അങ്ങ് തിരിച്ചിടരുത്. ഒരു സൈഡ് ബ്രൗൺ ആവട്ടെ. ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ അകമൊന്ന് വെന്ത് കിട്ടാൻ എളുപ്പമാകും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഒഴിച്ചത് തന്നെ വേണം ആദ്യം തിരിച്ചിടാൻ. അപ്പം നമുക്കിത് ഒരു സ്പൂണും ഒരു ഫോർക്കും 2 സാധനങ്ങൾ വെച്ചിട്ട് വേണം നമുക്ക് തിരിച്ചിടാൻ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം ആയോ ഇല്ലയോ എന്നുള്ളത്. ഇതൊരു വിധമായിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമല്ലോ. അപ്പം നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം കറക്റ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം വളരെ ലോയിലാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലെയിം കൂട്ടിയല്ല ഇട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത സൈഡും കൂടെ അങ്ങനെ ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് കിടന്നൊന്ന് ഫ്രൈ ആകട്ടെ. ഭയങ്കര തട്ടപ്പം നല്ല വെന്തിട്ടുണ്ട്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഉണ്ണിയപ്പം. സോഫ്റ്റ് ആയിപ്പോൾ ഈ ഉണ്ണിയപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. നമുക്ക് ഇനി ഇത് പതുക്കെ കോരിയത് ഈ നമ്മുടെ എണ്ണ പോകാനായിട്ട് ഇതിലോട്ടങ്ങ് കോരിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി കൂടി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതെടുത്തിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ അതൊന്ന് എണ്ണയെല്ലാം വാർന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഞാനെല്ലാം ഇതെടുത്തിട്ടുണ്ട്. ചുട്ട് നോക്കി ഒന്ന് കാണിക്കാം. അകത്തുനിന്ന് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കണ്ടോ. ചക്കയാണ് അപ്പോൾ അകത്ത് വെന്തിട്ടുണ്ടാവില്ല എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ. ആഹാ, നെയ്യുടെ തേങ്ങാക്കൊത്തിൻ്റെ ചക്കയുടെ മണം. So yummy, so healthy, very tasty. നമ്മളുടെ എംബിലിഷ്യസ് ആയിട്ടുള്ള ഉണ്ണിയപ്പം, ജാക്ക് ഫ്രൂട്ട് ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോസ് എല്ലാം കാണാനായിട്ടും നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ടും ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഏത് വീഡിയോസ് പോസ്റ്റ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. Thank you.